കാസർഗോഡ് കുമ്പളയിൽ 20-കാരിക്ക് നേരെ ഗാർഹിക പീഡനം. ഭർത്താവിനും ബന്ധുക്കൾക്കുമെതിരെ കേസെടുത്തു. യുവതിയുടെ ഭർത്താവ് ഫിറോസ്, പിതാവ് മുഹമ്മദ്, രണ്ടാനമ്മ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. കുമ്പള ആദൂർ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുള്ളത്. അരുൺ പാർക്കൽ കാസർഗോഡ് ചെയ്യുന്ന അരുൺ വിവരങ്ങൾ. സുഹൈല, ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് പെർമുദയിൽ വെച്ച ദുരൂഹ സാഹചര്യത്തിൽ മുള്ളേരി സ്വദേശിനിയെ നാട്ടുകാർ കാണുന്നത്. അബോധാവസ്ഥയിലായ യുവതിയെ കുമ്പളയിൽ സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ദേഹമാസകലം മുറിവുകൾ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ പിതാവ് മുഹമ്മദും ഭർത്താവ് ഫിറോസും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ചെന്ന് പെൺകുട്ടി പോലീസിനോട് മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തിരിക്കുന്നത്. കുമ്പള ആദൂർ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ്. പെൺകുട്ടിയുടെ വീട് മുള്ളേരിയ ഭാഗത്താണ്. അതുകൊണ്ടാണ് ആദൂർ പോലീസ് സ്റ്റേഷനിൽ പിതാവ് മുഹമ്മദ്, രണ്ടാനമ്മ എന്നിവർക്കെതിരെ കേസെടുത്തത്. പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നത് കുമ്പളയിലാണ്. ഭർത്താവ് ഫിറോസിനെതിരെ കുമ്പള പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിന് ശക്തമായ നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുഹൈൽ, ഗാർഹിക പീഡനം സംഭവിച്ച ഉടൻ തന്നെ കേസെടുത്തത് നന്നായി. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.